ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അതൊക്കെ പറയുന്നതിൻ്റെ മുന്നേ ഇപ്പം സമയം വന്നിട്ട് സാറ്റർഡേ ഈവനിങ് ആയി. അപ്പം ഇന്ന് എൻ്റെ അച്ഛമ്മ കുറച്ച് ദിവസമായി പറയുന്നത് രാമായണം ഒന്ന് മേടിച്ചു വരാം. അപ്പം ഞാനിന്നതാ ആ ബുക്കൊന്ന് മേടിച്ച് വന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അൺബോക്സിങ് ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഗായ്സ്, ഞാൻ ഇത് ഓപ്പൺ ചെയ്യട്ടെ. ഇതാണ് രാമായണം ബുക്ക്. ഇത്ര പേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ദിവസമായിട്ട് വായിക്കാം. അപ്പം ഇന്നൊരു ഒരു പേജൊക്കെ വായിക്കാം. അപ്പോൾ നമുക്ക് വായിക്കാം. ഗായ്സ്, ഈ പേജസ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഒരു 720 പേജസ് ഉണ്ട്. അപ്പം നമുക്ക് വായിക്കാൻ തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് പേജ്. ശ്രീ ഗണപതായ നമഃ. അവിഘ്നമസ്തു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭക്തിയോടെയല്ലാതെ മലയാളികൾക്ക് ആ പാവനനാമം ഉച്ചരിക്കുക സാധ്യമല്ല. ആത്മീയ വിശുദ്ധിയും കാവ്യമാധുര്യവും അത്രയേറെ വിശിഷ്ടമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളിൽ അലിഞ്ഞു ചേർത്തിട്ടുന്നത്. അവയുടെ കൂട്ടത്തിൽ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിനുള്ളത്രയും പ്രചാരം മറ്റൊരു കാവ്യത്തിനുമില്ല. കുടിൽ മുതൽ കൊട്ടാരം വരെ സ്ഥാനം നേടിയിട്ടുള്ള ആ വിശുദ്ധ കാവ്യം കേരളീയ പൈതൃകത്തിൻ്റെ വിശിഷ്ട സൗരഭ്യമാക്കുന്നു. ആദ്യമായി ബാലകാണ്ഡം തുടങ്ങുന്നത് ഇഷ്ടദേവതാസ്തുതിയോടെയാണ്. ആ ചടങ്ങിലൂടെ കടക്കാത്ത കാവ്യത്തിൻ്റെ ആത്മാവുമായി ബന്ധപ്പെടുക സാധ്യമല്ല. ജഗദീശ ചൈതന്യം ഉൾക്കൊണ്ട് ആത്മാവ് വിശുദ്ധിയോടെ നമുക്ക് വായന തുടങ്ങാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണദംഗ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ബുക്ക് കണ്ടോ? അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ.